ശരിക്കും അങ്ങ് തടിച്ചല്ലോ. അത് പിന്നെ എങ്ങനെയാ നമ്മുടെ വീട്ടിലെ പോലെ സാമ്പാറും പരിപ്പും പപ്പടമാണോ? നിന്റെ കുടുംബത്തില് ബിരിയാണി, നെയ്ച്ചോറ്, അത് ഇതൊക്കെ വലിച്ചു കയറ്റല്ലേ? നല്ല തട്ടാ മോളെ. ഇതാരാ? അച്ഛൻ. അല്ല, അങ്കിൾ. മോന്റെ പേര് സൽമാൻ. എന്താ? സൽമാൻ. ആ. അപ്പൊ അങ്കിളോ? അങ്കിൾ അങ്കിള് തന്നെ. ഒന്ന് പറഞ്ഞേ. അങ്കിൾ. ആ. ഇത് സൽമാൻ. ആ, വരുന്നത് ബോംബെന്ന്. വാ മോനെ, ദാവിടെ മുട്ടനാടിന്റെ താടി പോലെ വളർത്തിയ ഒരാൾ നിൽക്കുന്നില്ലേ? അതാണ് ഇസ്മയിൽ അങ്കിൾ. ഇസ്മായിൽ അങ്കിൾ. വാഹിദ, കാര്യം ഇസ്മായിലിക്കയുടെ കഞ്ഞിൽ പാറ്റാ വീണ്. എന്നാലും സാരമില്ല, വാഹിദ വന്നൂലോ. ഏതാ ഈ കൊച്ച്? എന്റെ കൊച്ച്. അയ്യേ, ശരിയാവില്ല, കുട്ടി ശരിയാവില്ല. എന്ത് ശരിയാവില്ല? വാഹിദയ്ക്ക് കുട്ടിയില്ല. അല്ല, വാഹിദയ്ക്ക് കുട്ടിയുണ്ടെന്ന് നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഇതിന് ഇപ്പൊ തന്നെ തിരിച്ചു കയറ്റി വിടും. ഞാൻ വരും. കുഴപ്പാവൂട്ടാ. എന്ത് കുഴപ്പം? എനിക്ക് പിന്നെ എന്റെ കൊച്ചിനെ കൂടെ കളയാൻ പറ്റും. ഒരു കാര്യം ചെയ്, ഈ മുതലിനെ നമുക്ക് അൻവറിന്റെ ലോഡ്ജിലാക്കാം. ഞാൻ നിൽക്കില്ല. മോനെ മാറ്റി നിർത്തി ഞാൻ എങ്ങോട്ടും വരില്ല. എങ്കി കൊച്ചി ഞമ്മടെയാന്ന് പറയാം. അതെങ്ങനെ? ചുവന്ന തെരുവിൽ വെച്ച് ഒരബദ്ധത്തില് അതേ ദേ, എന്റെ കൊച്ചിനെ കുറിച്ച് ഇതല്ല ഇസ്മായിലിക്കയുടെ കുഴപ്പം കൊണ്ടാ. ഇല്ലാത്ത കഥയുണ്ടാക്കി വല്ലുപ്പെ പറ്റിച്ചോണ്ടല്ലേ. ഞാൻ സത്യം പറയും. അല്ലോ, പറ്റിപ്പോയി മോളെ, ഇനി പറ്റിക്കൂല, ക്ഷമി. ഒരു കാര്യം ചെയ്യ്, വാഹിദേ മോനും ഇസ്മായിൽക്കടെ വണ്ടിയിൽ വരട്ടെ. ഞാനും ഡോക്ടർ ഒരുമിച്ച് വരാം. അല്ല, അത് നമ്മൾ ഒരുമിച്ച് പോയ പോലെ. അതെങ്ങനെ ശരിയാവും? ഇവരെ കൊണ്ട് മുംബൈന്ന് വരുന്നത് താനല്ലേ? അതെ, പക്ഷെ കുട്ടി ആരുടെയാന്ന് ചോദിച്ചാല് ഞമ്മള് പോണ വഴിക്ക് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ആ കൂടെ വന്ന ഡ്രൈവർക്ക് സംശയം തോന്നുന്നതിന് മുമ്പ് നിങ്ങൾ ചെല്ലും. തറവാട്ട് ചെല്ലുന്നതിന് മുമ്പ് ഈ ചെക്കൻ ഒരു ബാപ്പാനെ കണ്ടുപിടിച്ചോണം, ഇല്ലെങ്കിൽ എന്റെ മയ്യത്തെടുക്കേണ്ട വരും. അതിനു മുമ്പ് ഒരു പ്ലാൻ ഇട്ടിട്ട് ഞങ്ങൾ വിളിക്കാം. ചെല്ലും. ഒരുപാട് യാത്ര കഴിഞ്ഞ് വന്നത് ചെക്കനെ നടത്തിക്കൽ എടുക്കെടുക്കെടുക്ക്. താടി മൂക്ക് കയറിപ്പോ പുള്ള തട്ടിപ്പോയിന്. അല്ല, എന്റെ മോനാന്നും പറഞ്ഞ് അവൻ അങ്ങോട്ട് കൊണ്ടുപോയി എന്താ കുഴപ്പമെന്നാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അവന്റെ ഉമ്മ എവിടെയെന്ന് വെച്ചാലോ? ഓ, അങ്ങനെ ഒരു കുരിശുണ്ടല്ലേ? കുഴപ്പമില്ല, ഉമ്മ പ്രസവത്തോടെ മരിച്ചു എന്ന് പറയും. ഓ എന്റെ അമ്മോ, ഇത്തരം സിറ്റുവേഷനുകൾ ഉണ്ടാക്കാനും കള്ളക്കഥ മെനയാനും നീ ഒരു കാലം തന്നെ. താങ്ക് യു. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ഐഡിയ ഇതാണെന്നുള്ളത് ഇപ്പൊ തന്നെ ഇസ്മായിലിനെ വിളിച്ച് പറ. ഔട്ട് ഓഫ് റേഞ്ച്. ഓ, വീടെത്തിയ ഇന്നിവിടെ ഒരു പന്തല് പൊങ്ങും എന്റെ മയ്യത്ത് വെക്കാൻ. പൊടച്ചോനെ, കൊലവിളി വിളിക്കണ കണ്ടോ? എന്ത് ചെയ്യും? ഓ, കബറടക്കം കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഹലോ. അതെ, ഞങ്ങൾ വന്നിട്ട് അകത്തേക്ക് കയറി മതി. ഒന്ന് പ്ലാൻ ചെയ്യാനുണ്ട്. ഇനി ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. എല്ലാം കഴിഞ്ഞു.